ക്രിസ്തുവിൽ പ്രിയരെ, നമ്മൾ ഈ നോൻപിൻ്റെ കാലങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 വ്യക്തികളെയാണ്. നമ്മളുടെ യേശു കർത്താവിൻ്റെ കൂടെ ഒപ്പം ശിഷ്യന്മാരായിട്ട് ഇരുന്ന 2 വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ 2 വ്യക്തിത്വങ്ങൾക്കും കുറേ സമയങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ടായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. അവർ ആരാണെന്ന് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു. ഒന്ന് മത്തായിയും മറ്റൊന്ന് യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ്കാരിയത്തിനെയും കുറിച്ച്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇവർ 2 പേർക്കും സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറേ ആൾക്കാർക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ആൾക്കാർക്കും കുറേ സിമിലാരിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഇതിൽ 2 ആൾക്കാരും ഒരു പടകിൻ്റെ 2 അറ്റത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയുണ്ടാകണം. നമ്മൾ ഇവരെ കാണുന്ന സമയത്ത് ഇതിൽ ആദ്യം ഇവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന വിഷയം എന്താ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പണസഞ്ചിയാണ്. പണസഞ്ചി എന്ന് പറയുന്ന സമയത്ത് മത്തായിൻ്റെ കയ്യിൽ എവിടെയാണ് പണസഞ്ചി എന്ന് നമുക്കൊരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, മത്തായി ചുങ്കക്കാരനായിരുന്നു. ഇതിൽ 2 വ്യക്തിത്വങ്ങളും ആ പണത്തിൻ്റെ സഞ്ചിയെ ഉപേക്ഷിച്ച കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ 2 വ്യക്തികളും പണപ്പൈ ഉപേക്ഷിക്കുന്നത് വേറെ വേറെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 2 പേർക്കും കിട്ടിയ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. മത്തായി തൻ്റെ പണസഞ്ചി ഉപേക്ഷിക്കുന്നത് യേശുവിൻ്റെ അടുത്ത് അവൻ കണ്ട ആ സ്നേഹത്തെ കൊണ്ടാണ്. പക്ഷേ നമ്മൾ യൂദാസിനെ നോക്കുന്ന സമയത്ത് അവൻ പണസഞ്ചി ഉപേക്ഷിച്ചെങ്കിലും അവൻ യേശുവിൻ്റെ അടുക്കിലുള്ള സ്നേഹം കാണാൻ അവൻ മറന്നുപോയി. അവൻ മറന്നുപോയതാണ് അവൻ അവസാനം മരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു കാരണം, റീസണായും ആകിക്കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ കഴിയും. ക്രിസ്തുവിൽ പ്രിയരെ, ദൈവം നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്ഷമിക്കുവാനും നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുവാനും ദൈവം ആഗ്രഹിച്ച് കാത്തുകൊണ്ടേയിരിക്കുന്നു. ഈ നോൻപിൻ്റെ സമയത്തിലും ദൈവം നമുക്ക് വേണ്ടി അങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളുടെ പണസഞ്ചിയെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിനോടൊപ്പം പോവാൻ നമ്മൾ തയ്യാറാണ്. യൂദാസിനെ പോലെ ദൈവം എന്നെ ഒരു കാലം ക്ഷമിക്കില്ല എന്ന് നമ്മൾ ഇന്നും ദൈവത്തിനെ വിട്ട് ഒരു ഓരത്തിൽ ഒരു അറ്റത്തിൽ പോയി നമ്മൾ നിൽക്കുവാണോ, ഇല്ലെങ്കിൽ മത്തായിനെ പോലെ തൻ്റെ പണസഞ്ചിയെ വിട്ടിട്ട് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി ദൈവത്തിനോടൊപ്പം പോകുവാനും ദൈവത്തിനോടൊപ്പം ജീവിക്കുവാനും നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലങ്ങളാണ് ലന്തുകാലം എന്ന് പറയുന്ന ഈ കാലങ്ങൾ. ദൈവം നമ്മെ ദൈവത്തിനോടൊപ്പം വരുവാൻ ആഗ്രഹിച്ച് വിളിക്കുന്നുണ്ട്. ആ വിളി നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം. നമ്മുടെ പണസഞ്ച്, നമ്മുടെ പാവങ്ങൾ എല്ലാവற்றைയും വിട്ട് നമ്മുടെ ദൈവത്തിനോടൊപ്പം നമ്മൾ ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണ സമ്പൂർണനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ സമയം കൂടെ ദൈവമേ എൻ്റെ തിരുസന്നിധി മുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ നീ തന്നുവല്ലോ. അതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെയും ദൈവമേ ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും മത്തായിനെ പോലെ ഞങ്ങളുടെ പണസഞ്ചിയെ വിട്ട് ഞങ്ങൾ ദൈവത്തിനോടൊപ്പം സഞ്ചരിക്കുവാനും ദൈവത്തിനോടൊപ്പം ജീവിപ്പാനും ദൈവത്തിൽ മരിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ദൈവമേ ഞങ്ങളെ തന്നെ ദാനങ്ങളായിട്ട് ദൈവത്തിൻ്റെ തിരുക്കരത്തിലേക്ക് തരുന്നു. മീതിയാന സമയങ്ങളൊക്കെയും ദൈവം ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.